ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം നാസ ശാസ്ത്രജ്ഞൻ ഡോക്ടർ അനിൽ മേനോന് സ്വന്തമാകുമ്പോൾ ഒറ്റപ്പാലത്തിനും അഭിമാനിക്കാം. ജനിച്ചത് അമേരിക്കയിലാണെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മലയാളിയായ ആദ്യ അധ്യക്ഷൻ ചേറ്റൂർ ശങ്കരൻ നായരുടെ പിന്മുറക്കാരനാണ് അനിൽ. ചൊവ്വാഴ്ച കസാക്കിസ്ഥാനിലെ ബൈക്കോനൂർ കോസ്മോഡ്രോമിൽ നിന്നാണ് അനിൽ മേനോൻ ഉൾപ്പെട്ട സംഘവുമായി റഷ്യൻ പേടകം ചരിത്രയാത്ര ആരംഭിച്ചത്. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന അനിൽ മേനോന്റെ നേട്ടത്തിൽ പാലക്കാടിനും ഒറ്റപ്പാലത്തിനും അഭിമാനിക്കാം. ജനിച്ചതും വളർന്നതും അമേരിക്കയിലാണെങ്കിലും അത്രമേൽ ആഴത്തിലാണ് അനിൽ മേനോന്റെ മലയാളി വേരുകൾ. പിതാവ് ശങ്കരൻ മേനോൻ ഒറ്റപ്പാലത്തുകാരനാണ്. അമ്മ യുക്രൈനിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ എലിസബത്ത് സാമോലെങ്കോ. AICC അധ്യക്ഷ സ്ഥാനം വഹിച്ച ഏക മലയാളിയായ ചേറ്റൂർ ശങ്കരൻ നായരുടെ പേരക്കുട്ടിയുടെ ചെറുമകൻ കൂടിയാണ് അനിൽ മേനോൻ. ശങ്കരൻ നായരുടെ മൂന്നാമത്തെ മകൾ കിഴക്കേപ്പാട്ട് പാലാട്ട് മാധവി അമ്മയുടെയും പ്രൊഫസർ MA കാണ്ടത്തിന്റെയും മകളുടെ മകനാണ് അനിൽ മേനോന്റെ പിതാവ്. ചരിത്രക്കുതിപ്പിലേക്കുള്ള അനിലിന്റെ യാത്രയിൽ അഭിമാനത്തിലും സന്തോഷത്തിലുമാണ് ഒറ്റപ്പാലത്തുകാരെന്ന് ചേറ്റൂർ ശങ്കരൻ നായർ സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി ചിത്രേഷ് നായർ പറയുന്നു. ഇന്ന് സർ ചേറ്റൂർ ശങ്കരൻ നായരുടെ 170-ാം ജന്മവാർഷികമാണ്. ഈ അവസരത്തിൽ എല്ലാ ഭാവങ്ങളും ശ്രീ അനിലിന് ആശംസിക്കുകയാണ്. അദ്ദേഹം ഒറ്റപ്പാലത്തിൻ്റെ അഭിമാനമാണ്, കേരളത്തിൻ്റെ അഭിമാനമാണ്, ഭാരതത്തിൻ്റെ അഭിമാനം. മേ ബി ലോകത്തിൻ്റെ കൂടെ അഭിമാനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ചൊവ്വാഴ്ച കസാഖിസ്ഥാനിൽ നിന്ന് റഷ്യൻ ബഹിരാകാശ ഏജൻസി റോസ്കോമോസിന്റെ സോയൂസ് MS-29 പേടകത്തിലാണ് റഷ്യൻ സഞ്ചാരികൾക്കൊപ്പം അനിൽ മേനോൻ ചരിത്രയാത്ര ആരംഭിച്ചത്. 8 മാസം ബഹിരാകാശ നിലയത്തിൽ ചിലവഴിച്ച ശേഷം 2027 ഏപ്രിലിലാകും ദൗത്യസംഘത്തിന്റെ മടക്കയാത്ര. ന്യൂസ് മലയാളം, പാലക്കാട്.